ചപ്പാത്തിയെല്ലാം കഴിച്ചിട്ട് മടിക്കുന്ന സമയത്ത് ട്രൈ ആക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് കാണിക്കുന്നത്. എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. കറി പോലും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മസാല റെഡിയാക്കാനുണ്ട്. മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് ചൂടാക്കുക. ഓയിൽ ചൂടായിട്ട് വന്നാൽ ഉള്ളിയും തക്കാളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ഇത് നല്ലോണം വഴറ്റിയെടുക്കുക. ഈ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലോണം വാടി വരണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വാടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മസാലപ്പൊടിയും പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പൊടികളെല്ലാം ഇട്ടതിന് ശേഷം ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഈ പൊടിൻ്റെ പച്ചമണെല്ലാം ഒന്ന് നന്നായിട്ട് മാറി വരണം. അതുവരേക്കും നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അത് ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ വെച്ചിട്ടും ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മുട്ടയിലേക്ക് നമുക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. മൈദയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം. അരക്കുന്ന സമയത്ത് വെള്ളം ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. ഇനിയിപ്പോൾ നമ്മളൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യുക. നമ്മുടെ ബാറ്ററിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് സെറ്റായിട്ട് വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ മസാലേൻ്റെ 3/4 ഭാഗത്തോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി കുറച്ച് മാത്രം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ 2 മുട്ട ബോയിൽ ചെയ്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ മസാല മാത്രം വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കനോ വെജിറ്റബിളോ എന്ത് വേണമെങ്കിലും ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ബാക്കിയുള്ള ബാറ്റർ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള ബാറ്റർ മൊത്തത്തിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ മൂടി വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലെല്ലാം നല്ലപോലെ ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുക്കായിട്ട് ഡ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇതിൻ്റെ മുകളിലത്തെ ഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ദോശക്കല്ല് ചൂടാക്കിയിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഭാഗം കൂടി കുറച്ച് സമയം കൂടി കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നും കൂടി കാണിച്ചു തരാം. നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഉള്ളിൽ മസാലയും മുട്ടയും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. കറിയൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.